വചനം 178. യാ അയ്യുഹല്ലദീന ആമനു, ഹേ വിശ്വസിച്ചവരെ, കുതിബ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, നിയമിക്കപ്പെട്ടിരിക്കുന്നു, അലൈക്കും നിങ്ങളുടെ മേൽ, അൽ ഖിസാസു പ്രതിക്രിയ നടത്തൽ, ഫിൽ ഖത്ല വധിക്കപ്പെട്ട വിഷയത്തിൽ, അൽ ഹുർറു സ്വതന്ത്രൻ, ബിൽ ഹുർരി സ്വതന്ത്രന് പകരം, വൽ അബ്ദു അടിമയും, ബിൽ അബ്ദി അടിമക്ക് പകരം, വൽ ഉൻസ സ്ത്രീയും, ബിൽ ഉൻസ സ്ത്രീക്ക് പകരം. ഫമൻ അപ്പോൾ വല്ലവരും, ആർ ഉഫിയ ലഹു അവന് മാപ്പ് ചെയ്യപ്പെട്ടുവെങ്കിൽ, മിൻ അഖീഹി തൻ്റെ സഹോദരനിൽ നിന്ന്, ഷൈഉൻ വല്ലതും എന്തെങ്കിലും വസ്തു, ഫത്തിബാഉൻ എന്നാൽ പിൻപറ്റൽ, തുടരൽ, ബിൽ മഅറൂഫി സദാചാരപ്രകാരം, മര്യാദ അനുസരിച്ച്, വഴക്കം അനുസരിച്ച്, വ അദാഉൻ കൊടുത്തു വീട്ടലും, ഇലൈഹി അവനിലേക്ക്, അവന്, ബി ഇഹ്സാനിൻ നന്മ ചെയ്തുകൊണ്ട്, നല്ല നിലയിൽ, ദാലിക അത്, തഖ്ഫീഫുൻ ലഘൂകരണം, ഇളവ്, മിർ റബ്ബിക്കും നിങ്ങളുടെ റബ്ബിങ്കൽ നിന്ന്, വറഹ്മത്തുൻ കാരുണ്യവും. ഫമനിഅ്തദ ഇനി ആരെങ്കിലും അതിരുവിട്ടാൽ, ക്രമം തെറ്റിയാൽ, ബഅദ ദാലിക അതിനുശേഷം, ഫലഹു എന്നാൽ അവനുണ്ട്, അദാബുൻ അലീമുൻ വേദനയേറിയ ശിക്ഷ. يا أيها الذين آمنوا كتب عليكم القصاص في القتلى الحر بالحر والعبد بالعبد والأنثى بالأنثى فمن عفي له من أخيه شيء فاتباع بالمعروف وأداء إليه بإحسان ذلك تخفيف من ربكم ورحمة فمن اعتدى بعد ذلك فله عذاب أليم. ഹേ വിശ്വസിച്ചവരെ, കൊല്ലപ്പെട്ടവരുടെ വിഷയത്തിൽ പ്രതിക്രിയ നടത്തൽ നിങ്ങളുടെ മേൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. അതായത് സ്വതന്ത്രന് സ്വതന്ത്രനും, അടിമക്ക് അടിമയും, സ്ത്രീക്ക് സ്ത്രീയും എന്ന നിലക്ക്. എന്നാൽ ആർക്കെങ്കിലും തൻ്റെ സഹോദരനിൽ നിന്ന് വല്ലതും മാപ്പ് ചെയ്തു കിട്ടുന്ന പക്ഷം, അപ്പോൾ ആചാരമര്യാദയെ പിൻപറ്റലും നല്ല നിലയിൽ അവന് കൊടുത്തു വീട്ടലുമാണ് വേണ്ടത്. അത് നിങ്ങളുടെ റബ്ബിങ്കൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഇളവ് നൽകലും കാരുണ്യവുമാകുന്നു. ഇനി അതിനുശേഷം ആരെങ്കിലും അതിരുവിട്ട് പ്രവർത്തിക്കുന്ന പക്ഷം അവന് വേദനയേറിയ ശിക്ഷയുണ്ടായിരിക്കും. വചനം 179. വലക്കും നിങ്ങൾക്കുണ്ട്, ഫിൽ ഖിസാസി പ്രതികാര നടപടിയിൽ, ഹയാത്തുൻ ഒരു തരം ജീവിതം, യാ ഉലിൽ അൽബാബ് ബുദ്ധിമാന്മാരെ, ലഅല്ലക്കും നിങ്ങളായേക്കാം, ആകുവാൻ വേണ്ടി, തത്തഖൂൻ നിങ്ങൾ സൂക്ഷ്മത പാലിക്കും. ولكم في القصاص حياة يا أولي الألباب لعلكم تتقون. പ്രതിക്രിയ നടത്തുന്നതിൽ നിങ്ങൾക്ക്, ഹേ ബുദ്ധിമാന്മാരെ, ഒരു തരം ജീവിതം ഉണ്ടായിരിക്കും, നിങ്ങൾ സൂക്ഷ്മത പാലിച്ചേക്കാവുന്നതാണ്. 178, 179 വചനങ്ങളുടെ വിശദീകരണം. കതബ ക്രിയയുടെ മജ്ഹൂൽ അഥവാ കർമ്മണിപ്രയോഗ രൂപമാണ് കുതിബ. ഒന്നൊന്നിനോട് കൂട്ടിച്ചേർക്കുക എന്നത്രേ ഇതിൻ്റെ സാക്ഷാൽ ഭാഷാർത്ഥം. അക്ഷരങ്ങളും പദങ്ങളും അന്യോന്യം കൂട്ടിച്ചേർക്കലെന്ന നിലക്ക് എഴുതുക എന്ന അർത്ഥത്തിലാണ് സാധാരണയായി ഉപയോഗിക്കപ്പെടാറുള്ളത്. ഇതിൽ നിന്നാണ് ഗ്രന്ഥം എന്ന് കിതാബ് എന്ന പദത്തിന് അർത്ഥം വരുന്നതും. രേഖപ്പെടുത്തുക, നിയമിക്കുക, വിധിക്കുക, നിശ്ചയിക്കുക എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളിലും അത് ഉപയോഗിക്കപ്പെടുന്നു. നിയമിക്കപ്പെട്ടു എന്ന അർത്ഥത്തിലാണ് ഇവിടെയും താഴെ 180, 183 മുതലായ സ്ഥലങ്ങളിലും കുതിബ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ അർത്ഥത്തിൽ വരുമ്പോൾ മിക്കപ്പോഴും ആ നിയമനം നിർബന്ധ രൂപത്തിലുള്ളതായിരിക്കുകയാണ് പതിവ്. ചിലപ്പോൾ നിർബന്ധമല്ലാതെയും വന്നേക്കും. എല്ലാം സന്ദർഭം കൊണ്ടും മറ്റു തെളിവുകൾ കൊണ്ടും മനസ്സിലാക്കേണ്ടതാകുന്നു.
മഅറൂഫ് എന്ന പദം ഖുർആനിൽ പലയിടത്തും ഉപയോഗിച്ചു കാണാം. അറിയപ്പെട്ടത്, പരിചയപ്പെട്ടത് എന്നൊക്കെയാണതിന് വാക്കർത്ഥം. ഇമാം റാഗിബ് റഹിമഹുല്ല പ്രസ്താവിച്ചതുപോലെ ബുദ്ധി മുഖേനയോ മതനിയമങ്ങൾ മുഖേനയോ നല്ല വഴക്കമായി അറിയപ്പെട്ട എല്ലാ കാര്യത്തിനും മഅറൂഫ് എന്ന് പറയപ്പെടും. ഇതിൻ്റെ നേരെ വിപരീതമാണ് മുൻകർ. ഈ വസ്തുതകൾ കണക്കിലെടുത്തുകൊണ്ടാണ് മഅറൂഫിന് സദാചാരം, ആചാരം, മര്യാദ എന്നിങ്ങനെയും മുൻകറിന് ദുരാചാരം, ദുർമര്യാദ, വെറുക്കപ്പെട്ടത്, അപരിചിതം എന്നിങ്ങനെയും സന്ദർഭോചിതം അർത്ഥം കൽപ്പിക്കപ്പെട്ടു വരുന്നു. കൊലക്ക് പകരം കൊല എന്ന സമ്പ്രദായം അറബികളിലും വേദക്കാരിലും മുമ്പേ പതിവുണ്ടായിരുന്നു. പക്ഷേ അതിൽ നീതിയും സമത്വവും പാലിക്കപ്പെട്ടിരുന്നില്ല. മേലേക്കിടയിലുള്ളവരായി ഗണിക്കപ്പെടുന്നവരെ താഴേക്കിടയിലുള്ളവർ കൊലപ്പെടുത്തിയാൽ ഒന്നിലധികം പേരെ പകരം കൊല്ലുക, ഘാതകൻ അടിമയാണെങ്കിൽ അവൻ്റെ യജമാനനെ കൊല്ലുക, സ്ത്രീയാണെങ്കിൽ ഭർത്താവിനെയോ ബന്ധത്തിൽപ്പെട്ട ഏതെങ്കിലും പുരുഷനെയോ കൊല്ലുക എന്നിങ്ങനെയുള്ള അക്രമങ്ങളും അനീതികളും അംഗീകരിക്കപ്പെട്ടിരുന്നു. നേരെ മറിച്ച് പ്രതാപത്തിലും ശക്തിയിലും താണ നിലവാരക്കാരെ ഉയർന്നവർ കൊല്ലുന്ന പക്ഷം ഏതെങ്കിലും തരത്തിലുള്ള ഉപായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഘാതകനെ പ്രതിക്കൊലയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള ചില അനീതികൾ ഇന്നും ചില ജനവിഭാഗങ്ങളിൽ നിലവിലുള്ളതാണ്. ഇത്തരം നീതികെട്ട സമ്പ്രദായങ്ങളെ ഉന്മൂലനം ചെയ്ത് കൊലക്കുറ്റത്തിനുള്ള പ്രതികാരത്തിൽ സമത്വം പാലിക്കൽ നിർബന്ധമാണെന്ന് ഈ വചനം മുഖേന അള്ളാഹു കൽപ്പിക്കുന്നു. കുതിബ അലൈക്കുമുൽ ഖിസാസ്, പ്രതിക്രിയ നടത്തൽ നിങ്ങളിൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്നു പറഞ്ഞതിന് താൽപ്പര്യം കൊന്നവനെ കൊല്ലൽ നിർബന്ധമാണെന്നല്ല, പ്രതിക്കൊലയിൽ സമത്വവും നീതിയും പാലിക്കണമെന്നാണ് ഉദ്ദേശ്യം. സ്വതന്ത്രന് സ്വതന്ത്രനും അടിമക്ക് അടിമയും സ്ത്രീക്ക് സ്ത്രീയും എന്ന് പറഞ്ഞത് അതിൻ്റെ വിശദീകരണമത്രേ. പകരം കൊല്ലാതെ പ്രായശ്ചിത്തം തെണ്ടം കൊണ്ട് മതിയാക്കുവാൻ വധിക്കപ്പെട്ടവൻ്റെ അവകാശികൾക്ക് അധികാരം നൽകിയിരിക്കുന്നതും അതിന് അവർക്ക് പ്രോത്സാഹനം നൽകപ്പെട്ടിരിക്കുന്നതും അതുകൊണ്ടാണല്ലോ. എന്നാൽ ഒരു അടിമയെ ഒരു സ്വതന്ത്രനോ അല്ലെങ്കിൽ മറിച്ചോ, ഒരു സ്ത്രീയെ ഒരു പുരുഷനോ അല്ലെങ്കിൽ മറിച്ചോ വധിച്ചുവെങ്കിലോ ഇതിനെപ്പറ്റിയൊന്നും ഇവിടെ വിവരിക്കുന്നില്ല. അതുകൊണ്ട് പണ്ഡിതന്മാർക്കിടയിൽ ഇതിൻ്റെ വിശദീകരണത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാം. ആ അഭിപ്രായങ്ങളും തെളിവുകളും ന്യായങ്ങളും ഉദ്ധരിക്കുന്ന പക്ഷം അത് കുറേ ദീർഘിച്ചു പോകുന്നതുകൊണ്ട് ഇവിടെ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. ഫിഖ്ഹിൻ്റെ അഥവാ കർമ്മശാസ്ത്രത്തിൻ്റെ ഗ്രന്ഥങ്ങളിലാണ് അതിൻ്റെ സ്ഥാനം. സൂറത്തുൽ മാഇദ 48 വെച്ച് ഏതാനും ചില വിവരങ്ങൾ കാണാവുന്നതുമാകുന്നു. ഇൻഷാ അള്ളാ. ഒരാളെ കൊല ചെയ്തത് ഒന്നിലധികം പേർ ചേർന്നുകൊണ്ടാണെങ്കിൽ അവരെല്ലാം കൊലശിക്ഷയ്ക്ക് ബാധ്യസ്ഥരാണെന്നത്രേ ഭൂരിപക്ഷ അഭിപ്രായം. ഒരു സംഭവത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു അപ്രകാരം വിധിച്ചതായി ബുഖാരി റഹിമഹുല്ല രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഫമൻ ഉഫിയ ലഹു മിൻ അഖീഹി ഷൈഉൻ, ആർക്കെങ്കിലും തൻ്റെ സഹോദരനിൽ നിന്ന് വല്ലതും മാപ്പ് ചെയ്യപ്പെടുന്ന പക്ഷം അപ്പോൾ സദാചാര മര്യാദയെ പിൻപറ്റലും അവന് നല്ല നിലയിൽ കൊടുത്തുവിട്ടലുമാണ് വേണ്ടത് എന്ന വാക്യത്തിൽ ഇരു വിഭാഗക്കാരെയും ബാധിക്കുന്ന പല സംഗതികളും അടങ്ങിയിരിക്കുന്നു. ഉദാഹരണമായി, 1. ഒരു കൊലപാതകം നടന്നതുകൊണ്ട് ഇരു കൂട്ടരും തമ്മിലുള്ള ഇസ്ലാമിക സാഹോദര്യ ബന്ധം മുറിഞ്ഞു പോകുന്നില്ല. അവൻ്റെ സഹോദരനിൽ നിന്ന് വല്ലതും മാപ്പ് ചെയ്യപ്പെട്ടാൽ എന്ന വാക്ക് ഇത് സൂചിപ്പിക്കുന്നു. പരസ്പരം സഹോദരന്മാരായതുകൊണ്ട് പ്രതിക്രിയയിൽ വല്ലതും വിട്ടുകൊടുക്കേണ്ടതാണെന്നും അത് സൂചിപ്പിക്കുന്നു. 2. കൊല്ലപ്പെട്ടവൻ്റെ കൈകാര്യം നടത്തുന്നവരിൽ ചിലരെങ്കിലും പ്രതിക്കൊല നടത്തുന്നതിൽ ഇളവ് നൽകുന്ന പക്ഷം ഘാതകനെ പകരം കൊല ചെയ്തുകൂടാ എന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കാം. വല്ലതും മാപ്പ് ചെയ്യപ്പെട്ടാൽ എന്നാണല്ലോ അള്ളാഹു പറഞ്ഞത്. 3. പ്രതിക്കൊലയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടാൽ പിന്നെ സദാചാര മര്യാദയെ പിൻപറ്റലും അവന് നല്ല നിലയിൽ കൊടുത്തു തീർക്കലുമാണ് വേണ്ടത്. അതായത് സദാചാരമുറപ്രകാരമുള്ള നഷ്ടപരിഹാരം അഥവാ പ്രായശ്ചിത്തം ഘാതകന്റെ പക്ഷത്തു നിന്ന് വധിക്കപ്പെട്ടവൻ്റെ അവകാശികൾക്ക് കൊടുത്തു തീർക്കണം. അതിൽ വീഴ്ചയോ തർക്കമോ നടത്തിക്കൂടാ. ഭംഗിയായും നല്ല നിലയിലും അത് നിർവഹിക്കണം എന്നിങ്ങനെ പലതും ഈ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഒരിക്കൽ കൊലയിൽ നിന്ന് മാപ്പ് നൽകിയിട്ട് പിന്നെയും കൊലപ്പെടുത്തുക, ചില അവകാശികൾ മാപ്പ് നൽകിയ ശേഷം മറ്റേ അവകാശികൾ കൊല നടത്തുക, പ്രായശ്ചിത്തം വാങ്ങിയിട്ട് പിന്നെയും കൊല ചെയ്യുക, യഥാർത്ഥ ഘാതകനെയല്ലാതെ മറ്റാരെങ്കിലും കൊല്ലുക, പ്രായശ്ചിത്തത്തിൻ്റെ സംഖ്യയിൽ ആചാരവഴക്കത്തിൽ കവിഞ്ഞ് ആവശ്യപ്പെടുക, പ്രായശ്ചിത്തം നൽകുവാൻ നിശ്ചയിച്ചിട്ട് അത് ശരിക്കു കൊടുത്തു തീർക്കാതിരിക്കുക മുതലായ അനീതികളെക്കുറിച്ചുള്ള താക്കീതാണ്. ഫമനിയഅ്തദാ ബഅദ ദാലിക, അതിനുശേഷം ആരെങ്കിലും അതിക്രമം പ്രവർത്തിച്ചാൽ അവന് വേദനയേറിയ ശിക്ഷയുണ്ട് എന്ന വാക്യം. ഉദ്ദേശപൂർവമല്ലാതെ അബദ്ധത്തിൽ വന്നു പോകുന്ന കൊലകളിൽ പ്രായശ്ചിത്തം നൽകുകയാണ് വേണ്ടതെന്ന് സൂറത്തു നിസാ 92 വചനത്തിൽ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് കൽപ്പിച്ചു കൂട്ടിയുള്ള കൊലയെപ്പറ്റിയാണ് ഇവിടെ പ്രസ്താവിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാവുന്നതാണ്. പ്രായശ്ചിത്തം 100 ഒട്ടകമാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. അവ കൊടുത്തു തീർക്കേണ്ടതെങ്ങനെയാണെന്നും മറ്റുമുള്ള വിവരങ്ങൾ ഹദീസ് ഗ്രന്ഥങ്ങളിലും ഫിഖ് ഗ്രന്ഥങ്ങളിലും വിശദീകരിക്കപ്പെട്ടു കാണാം. യാ ഉലിൽ അൽബാബ്, ബുദ്ധിമാന്മാരെ എന്ന സംബോധനയോടുകൂടി
179 വചനത്തിൽ കൊലക്കു പകരം കൊല ചെയ്യുകയെന്ന നിയമത്തിലടങ്ങിയ തത്വം അള്ളാഹു ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. ബുദ്ധിമാന്മാർക്കേ അത് ചിന്തിച്ച് ഗ്രഹിക്കുവാൻ കഴിയുകയുള്ളൂ. സാധാരണക്കാർക്കും ബാഹ്യാവസ്ഥ മാത്രം കണക്കിലെടുക്കുന്നവർക്കും അത് വേഗത്തിൽ മനസ്സിലാക്കുവാൻ കഴിഞ്ഞെന്ന് വരികയില്ല എന്നാണ് ആ സംബോധന സൂചിപ്പിക്കുന്നത്. പ്രതിക്കൊല നിയമിച്ചതിൽ മനുഷ്യർക്ക് ഒരു ജീവിതമുണ്ട്, അവരുടെ ജീവന് ഒരു തരത്തിൽ രക്ഷയുണ്ട് എന്നാണ് അള്ളാഹു പറഞ്ഞത്. ആലോചിച്ചു നോക്കുക, ഈ നിയമം മുഖേന കൊലക്കുറ്റം സമുദായത്തിൽ കുറഞ്ഞു പോകുമെന്ന് തീർച്ചയാണ്. എന്തെങ്കിലും വിരോധമോ സ്വാർത്ഥമോ ഉണ്ടാകുമ്പോഴേക്കും അന്യനെ വധിക്കുവാൻ പ്രേരിതരാകുന്ന ആളുകൾ, ഇത്തരക്കാർ മനുഷ്യ സമുദായത്തിൽ ദുർലഭമല്ലെന്നുള്ളത് അനിഷേധ്യമത്രേ. ആ കൃത്യത്തിൽ നിന്ന് പിന്മാറുവാൻ ഈ നിയമം കാരണമാകുന്നു. ഒരിക്കൽ ഒരാളെ കൊല ചെയ്തവന് അവൻ ഒരു കഠിന ശിക്ഷയ്ക്ക് വിധേയനാകുന്നില്ലാത്ത പക്ഷം വീണ്ടും കൊല നടത്തുവാനുള്ള ധൈര്യം വർദ്ധിക്കുകയാണ് ചെയ്യുക. അവൻ കൊലശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നത് അവനെപ്പോലെയുള്ള മറ്റുള്ളവർക്കും ഒരു പാഠമായിരിക്കുമെന്ന പോലെ തന്നെ അവൻ്റെ കൈക്ക് വീണ്ടും കൊല നടത്തുവാനുള്ള മാർഗം ഇല്ലാതായിത്തീരുകയും ചെയ്യുന്നു. ദശക്കണക്കിലും നൂറുകണക്കിനും ഭീമമായ കൊലകൾ നടത്തിയ ക്രൂരന്മാരെപ്പറ്റി പലപ്പോഴും നാം കേൾക്കാറുണ്ട്. ഒന്നാമത്തെ കൊലയിൽ അവൻ്റെ മേൽ കൊലശിക്ഷ വിധിക്കപ്പെട്ടിരുന്നുവെങ്കിൽ അങ്ങനെ സംഭവിക്കുമായിരുന്നില്ലെന്ന് പറയേണ്ടതില്ല. മനുഷ്യപ്രകൃതിയെയും അവൻ്റെ അക്രമവാസനയിൽ നിന്നും അവിവേകത്തിൽ നിന്നും അവനെ തടയുവാനുള്ള നടപടിയെയും കുറിച്ച് മനുഷ്യനേക്കാൾ അറിയുക അവനെ സൃഷ്ടിച്ച സൃഷ്ടാവിനാണല്ലോ. അക്രമവാസനകളിൽ നിന്ന് മനുഷ്യരെ തടയുവാനുള്ള മാർഗം കുറ്റത്തിനനുസരിച്ച് ശിക്ഷ നൽകുകയാണെന്നുള്ള അടിസ്ഥാന തത്വം സ്വീകരിക്കാത്തവർ, അവർ നിർമ്മത നിരീശ്വരവാദികളായിരുന്നാൽ പോലും ഉണ്ടായിരിക്കുമെന്ന് തോന്നുന്നില്ല. അല്ലെന്ന് വല്ലവരും കരുതുന്നുണ്ടെങ്കിൽ അവർ വിഡ്ഢികളിൽ വിഡ്ഢികളാണെന്നേ പറയുവാനുള്ളൂ. ഈ അടിസ്ഥാന തത്വമനുസരിച്ച് പ്രായോഗികവും യുക്തവുമായ ശിക്ഷാ നിയമങ്ങളാണ് അള്ളാഹു ഇസ്ലാമിൻ്റെ നിയമങ്ങളായി അവതരിപ്പിച്ചിരിക്കുന്നതും. കൊലക്ക് പകരം പ്രതിക്കൊല ചെയ്യുന്നതിൽ ജാഹിലിയ കാലത്ത് പലരും അതിരു കവിഞ്ഞിരുന്നതായി മുമ്പ് പ്രസ്താവിച്ചുവല്ലോ. എന്നാൽ അവരിൽ ചില വിഭാഗക്കാർ പ്രതിക്കൊല നടത്താതെ നഷ്ടപരിഹാരം വാങ്ങി തൃപ്തി അടഞ്ഞിരുന്നതായും പറയപ്പെടുന്നു. ഇന്ന് പരിഷ്കൃത രാഷ്ട്രങ്ങൾ എന്ന് അഭിമാനിക്കുന്ന ചില നാടുകളിൽ പ്രതിക്കൊല നടത്തുന്നത് ഒരു പഴഞ്ചൻ സമ്പ്രദായമാണെന്നും കിരാത നിയമമാണെന്നുമൊക്കെയുള്ള ഒരു ചിന്താഗതി പ്രചരിച്ചിരിക്കുന്നു. ഭൗതിക വീക്ഷണഗതികളിൽ നിന്നും പൈശാചികമായ ദുഷ്പ്രേരണകളിൽ നിന്നും ഉടലെടുത്ത ഈ ചിന്താഗതി നിമിത്തം ചിലയിടങ്ങളിൽ കൊലശിക്ഷ നിർത്തൽ ചെയ്യുകയും പകരം മറ്റു ചില ശിക്ഷകൾ കൊണ്ട് മതിയാക്കുകയും ചെയ്തിരിക്കുന്നു. അതിൻ്റെ ഫലമോ കൊലക്കുറ്റത്തിൻ്റെ വർധനവും കൊല ചെയ്യുന്ന രൂപത്തിലുള്ള വികൃത പരിഷ്കാരങ്ങളുമല്ലാതെ മറ്റൊന്നുമല്ലതാനും. കണ്ണുള്ളവർക്കൊക്കെ കാണുവാനും കാതുള്ളവർക്കൊക്കെ കേൾക്കുവാനും കഴിയുന്ന ഒരു പരമാർത്ഥമാണിത്. കൊലശിക്ഷ എടുത്തുകളഞ്ഞ ശേഷം വീണ്ടും അത് നടപ്പിലാക്കുവാൻ നിർബന്ധിതമായ രാഷ്ട്രങ്ങളും ഉണ്ട്. പഴഞ്ചനെന്നും കിരാതമെന്നും മുദ്രകുത്തപ്പെട്ട ആ ഇസ്ലാമിക ശിക്ഷാ നിയമങ്ങൾ നടപ്പിലുള്ള നാട്ടിലും പരിഷ്കൃതമെന്നും ആധുനികമെന്നും മറ്റും ഘോഷിക്കപ്പെടുന്ന ശിക്ഷാ നിയമങ്ങൾ നിലവിലുള്ള നാടുകളിലും നടമാടിക്കൊണ്ടിരിക്കുന്ന കൊല, കളവ്, കവർച്ച തുടങ്ങിയ അക്രമങ്ങളുടെ കണക്കുകളൊന്ന് പരിശോധിച്ചു നോക്കിയാൽ ഈ പരമാർത്ഥം ആർക്കും ബോധ്യപ്പെടും. ഇസ്ലാമിക നിയമം നടപ്പുള്ള രാഷ്ട്രങ്ങളിൽ ഒരു കൊല്ലം 10 താഴെ കൊലകളാണ് നടക്കുന്നതെങ്കിൽ മറ്റേതിൽ മണിക്കൂറിൽ 10 100 കണക്കിലായിരിക്കും കൊലപാതകങ്ങളുടെ എണ്ണം കാണുക. എന്നിട്ടും മനുഷ്യൻ കണ്ണു തുറക്കാത്തതാണ് അത്ഭുതം. അടിക്കുറിപ്പ്: വാഷിംഗ്ടണിൽ നിന്നുള്ള ഒരു വാർത്തയിൽ ലോകത്തിലെ ഏറ്റവും പരിഷ്കൃതവും സമ്പന്ന രാഷ്ട്രവുമായ അമേരിക്കയിൽ കഴിഞ്ഞ വർഷം 12,000 ആളുകൾ, അതായത് ദിനം പ്രതി 32 പേർ കൊല്ലപ്പെട്ടതായി മലയാള മനോരമ ദിനപത്രം അതിൻ്റെ 10/7/1978 ലക്കത്തിൽ പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നു. വിശദീകരണം തുടരുന്നു. പക്ഷേ സൃഷ്ടാവിനെയും സൃഷ്ടാവിൻ്റെ നിയമങ്ങളെയും ധിക്കരിക്കുന്നവർക്ക് ഈ വക യാഥാർത്ഥ്യങ്ങൾ ഗ്രഹിക്കുവാൻ കഴിയാത്തതിൽ അത്ഭുതമില്ല.